ഗോകുൽ ഗോപിനാഥ് ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതായത് ഗോകുല് ബി ജെ പിയിലേക്ക് വരുന്ന സമയത്ത് കണ്ട പത്രവാർത്തകൾ, അതായത് CPM ഒട്ടും പ്രതീക്ഷിച്ചില്ല, രാവിലെ CPM ആയിരുന്നു, വൈകിട്ട് BJP ആയി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊന്ന് വായിച്ചിരുന്നു. ഈ ഒരു മാറ്റത്തിന് കാരണം എന്താണ്? മാറ്റത്തിന് ഉള്ള പ്രധാന കാരണം അത് നമ്മുടെ രാജ്യത്ത് തന്നെ വെളിവായിട്ടുണ്ട്. നമ്മുടെ ഭാരതം, നമ്മുടെ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നമുക്കൊരിക്കലും അത് മാറി നിന്ന് നോക്കിക്കാണാനൊന്നും കഴിയില്ല. രാജ്യം തന്നെ മാറുന്നുണ്ട്. രാജ്യം BJPയുടെ ഒരു ശരിയുടെ രാഷ്ട്രീയത്തിലേക്ക് രാജ്യത്തിൻ്റെ ഒരു പൊതു ആയിട്ടുള്ള സ്വഭാവം മാറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്നവരാണ്, വിദ്യാർത്ഥികളാണ്. അപ്പോൾ പഠിക്കാൻ അവസരമുണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് കുറച്ച് കാലം മാറി നിന്നപ്പോൾ നമുക്ക് കണ്ണ് തുറക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അത്രയും കാലം പ്രസംഗിച്ചതും അത്രയും കാലം പറഞ്ഞതുമല്ല സത്യം എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും നമ്മുടെ പഠനങ്ങൾ കൊണ്ടും മനസ്സിലായി. അപ്പോൾ നമ്മുടെ നാട് ചിന്തിക്കുന്നതോടൊപ്പം നമുക്ക് നിലനിൽക്കണമെങ്കിൽ, നാടിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമേ കഴിയൂ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും അത് ഏകദേശം ഒരു 2 വർഷത്തോളം, അത് 2 വർഷത്തിൽ കൂടുതലുള്ളൊരു പ്രോസസ്സായിരുന്നു BJPയിലേക്ക്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ നമ്മളൊരു തയ്യാറെടുപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താണ്, പകല് പെട്ടെന്ന് BJPയിലേക്ക് എത്തിയതല്ല, അല്ലെങ്കിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം വന്നതല്ല. അത് നിരന്തരമായൊരു പഠനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ഭാഗമായി തന്നെ വന്നതാണ്. പെട്ടെന്നുണ്ടായൊരു മാറ്റം CPMനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു, പക്ഷേ ഗോകുലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. ഒരിക്കലുമല്ല. വ്യക്തി എന്ന രീതിയിലും ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിലും അങ്ങനെ ഒരു മാറ്റമല്ല, പെട്ടെന്നുണ്ടായ മാറ്റമല്ല എൻ്റെ അത്. പക്ഷേ CPMൽ നിന്ന് പെട്ടെന്ന് തന്നെയാണ് ഞാൻ BJPയിലേക്ക് എത്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ SFI പ്രവർത്തന സമയത്ത് അന്ന് പ്രത്യേകിച്ചും തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജാണ് അതിൻ്റെ ഒരു പൊതുവായ ആസ്ഥാനം. സംഘർഷങ്ങൾ, ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ജോലിയിലുള്ള സമയത്ത്, ഒരു മീഡിയ സ്ഥാപനത്തിൽ ജോലിയുള്ള സമയത്ത് ഒരുപാട് വാർത്തകൾ അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗോകുലൊക്കെ ആ സമയത്ത് SFI ചുമതലകൾ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? ഇങ്ങനെ ഒരു SFIയുടെ കോട്ടയായി, അല്ലെങ്കിൽ അങ്ങനെ വേറെ ഒരാൾക്കും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു മേഖലയായിട്ട് എങ്ങനെയാണ് ഈ നിലനിർത്തിക്കൊണ്ടുപോയത്? ഒന്ന് കയ്യൂക്ക് തന്നെയാണ്. സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജിനെ ഒരു എന്താ പറയുക, ഒരു രാക്ഷസ കോട്ട പോലെ CPM നിലനിർത്തുന്നതിന്, അല്ലെങ്കിൽ SFI നിലനിർത്തുന്നതിനെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് CPM എനിക്ക് വിടേണ്ടി വന്നത്. അല്ലെങ്കിൽ അങ്ങനെ തിക്താനുഭവം, വ്യക്തിഹത്യ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് എന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ യൂണിവേഴ്സിറ്റി കോളേജിനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് SDP-ക്കാരായിരിക്കും, പുറത്ത് KSUക്കാരായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് വേറെ ഏതെങ്കിലും മതമൗലികവാദ സംഘടനകളിൽ പ്രവർത്തിക്കുക, SIOയിലോ അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റിയിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അവർ യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിയാൽ SFI ആണ്. ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ അല്ലെങ്കിൽ ആ ഒരു രീതി അതാണ്. എന്നിട്ട് ഇവർ അവരുടെ രാഷ്ട്രീയം SFIയിലൂടെ ഒളിച്ചു കടത്തും. അതാണ് എൻ്റെ രീതി. രണ്ടാമത് CPM യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയെ, അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിലെ SFI സംവിധാനത്തെ അവരുടെ ഒരു താൻകോയ്മ നിലനിർത്താൻ വേണ്ടിയും അവരുടെ സാമ്പത്തിക പിരിവുകൾക്ക് വേണ്ടിയും അവരുടെ നഗരത്തിലെ ശക്തി കേന്ദ്രമായി ഒക്കെ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഒരുപാട് കഥകളിലേക്ക് പോകാതെ ശ്രദ്ധിച്ചാൽ തന്നെ ഏറ്റവും ഒടുവിൽ SFIയുടെ ജില്ലാ പ്രസിഡന്റ് അവിനാശ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ, നമ്മൾ ഇടിമുറി എന്നൊക്കെ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ SFI യൂണിറ്റ് റൂമിലിട്ട് ആക്രമിക്കുകയാണ്. കാരണങ്ങൾ നമുക്ക് വ്യക്തമല്ല, പക്ഷേ SFI ജില്ലാ പ്രസിഡന്റിനെ അവരെ ആക്രമിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. രണ്ടാമത് തിരുവനന്തപുരത്തെ അന്ന് CPMനോട് കൃത്യമായി രേഖാമൂലം, ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ കൃത്യമായി രേഖാമൂലം ബോധിപ്പിച്ചൊരു കാര്യമാണ്, തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ഭാഗമായോ അതിൻ്റെ നേതൃത്വത്തിലോ ഇവിടുത്തെ കുട്ടികൾ മീൻസ് SFI നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഇതിനെ നമ്മൾ കൃത്യമായി കൈകാര്യം ചെയ്യണം. ഇതിൻ്റെ കേന്ദ്രമായി യൂണിവേഴ്സിറ്റി കോളേജും ഇരുട്ടായി കഴിഞ്ഞാൽ
യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഗവൺമെൻറ് സർക്കാർ ഹോസ്റ്റലാണ്, യൂണിവേഴ്സിറ്റിയുടെ സർക്കാർ ഹോസ്റ്റലാണ് മാറുന്നു എന്നുള്ളത്. പക്ഷേ അതിൻ്റെ അന്ന് അത് കൈകാര്യം ചെയ്യാനോ ഒന്നും തയ്യാറായില്ല. എന്നെ ആക്രമിക്കാൻ വേണ്ടിയാണ് CPM നിന്നത്, അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കന്മാർ നിന്നത്. കാരണം CPMൻ്റെ തിരുവനന്തപുരത്തെ പല പ്രമുഖ നേതാക്കന്മാരുടെയും രാത്രി സഞ്ചാരങ്ങൾക്കും അവരുടെ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് യൂണിവേഴ്സിറ്റി കോളേജ് SFI. അതുകൊണ്ട് അവർക്ക് അവരെ കൂടെ നിൽക്കുന്നതാണ് എളുപ്പം. അതിനെ ചോദ്യം ചെയ്യുന്നവരോടൊക്കെ നിന്നാൽ അവിടെ ഉള്ള ആളുകൾ ഇവരോട് വഴക്കുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ആ യൂണിവേഴ്സിറ്റി കോളേജ് നമുക്കറിയാലോ, ഏറ്റവും ഔന്നത്യപൂർണ്ണമായിട്ടുള്ള ഒരു സംസ്കൃതിയുള്ളൊരു കോളേജാണ്. ഒരുപാട് മഹാരഥന്മാരെ സൃഷ്ടിച്ചൊരു ക്യാമ്പസാണ്. നമ്മുടെ നഗരത്തിൻ്റെ, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഒരു കിരീടം പോലെ നിൽക്കേണ്ട ഒരു ക്യാമ്പസാണ്. പക്ഷേ നമ്മളെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ ഇൻ്റർനെറ്റിലാണെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നമ്മളൊന്ന് ടൈപ്പ് ചെയ്താൽ ഏറ്റവും കൂടുതൽ വരിക സംഘർഷങ്ങളും അല്ലെങ്കിൽ ഏറ്റവും അപസർപ്പക കഥകളും, വിദ്യാർത്ഥികൾ അധ്യാപകരെ ആക്രമിക്കുന്നതും തമ്മിലടിക്കുന്നതും കത്തിക്കുത്തും PSC തട്ടിപ്പുകളും ഒക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് വരിക. അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്, ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ, ഈ നാട്ടുകാരൻ എന്ന രീതിയിൽ ആ ക്യാമ്പസിനെ രക്ഷിക്കുക, അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു സംസ്കൃതി നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഈ നഗരത്തിൻ്റെ ഉത്തരവാദിത്വം. കാരണം നമ്മുടേതാണത്. SFIയുടെയോ CPMൻ്റെയോ തറവാട്ട് സ്വത്തല്ല ഇതൊന്നും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ നിഷ്കളങ്കത കൊണ്ടോ, ഞാൻ വലിയ നിഷ്കളങ്കനാണെന്നുള്ളതല്ല, നമ്മളൊരു സത്യസന്ധത കൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ CPMൽ തന്നെയുള്ള നല്ല എല്ലാ പാർട്ടിക്കും നല്ല ആൾക്കാരുണ്ടല്ലോ, അവരുടെ എല്ലാം ഉപദേശപ്രകാരം ചെയ്തതാണ്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ അവരാരും നമ്മളങ്ങ് നടുക്കടലിലാവുന്ന ഒറ്റയ്ക്കായി.